എല്ലാവർക്കും സ്വാഗതം. ടർബോയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്കറിയാം. കഴിഞ്ഞ മെയ് 23 റിലീസായ ടർബോ ഇന്ന് 20 ദിവസം പിന്നിട്ട് 21ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം. റിലീസ് ചെയ്ത് 20 ദിവസം പിന്നിട്ട സിനിമ കേരളത്തിൽ ടോട്ടൽ 20,000 ഷോയ്ക്ക് മുകളിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് മുന്നേ മമ്മൂട്ടിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഷോ കളിച്ചിട്ടുള്ള സിനിമ കണ്ണൂർ സ്ക്വാഡും ഭീഷ്മയുമാണ്. കണ്ണൂർ സ്ക്വാഡ് 29,000 ഷോയും ഭീഷ്മ 25,000 ഷോയുമാണ് പിന്നിട്ടിട്ടുള്ളത്. ടർബോ നിലവിൽ 20,000 പിന്നിട്ട് മൂന്നാമതായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോ കളിച്ചിരിക്കുന്ന സിനിമ എന്ന റെക്കോർഡും ടർബോയ്ക്കാണ്. റിലീസ് ചെയ്ത് 20ാമത്തെ ദിവസം കഴിഞ്ഞ് ഇന്ന് 21ാമത്തെ ദിവസം 322 ഷോ ഇന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 322 ഷോ ട്രാക്ക് ചെയ്തതിൽ 35 ലക്ഷം രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് ടോട്ടൽ കളക്ഷൻ ഇന്നലെ കിട്ടിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായിട്ടൊരു അറിയിപ്പുണ്ടായിരുന്ന സിനിമ 70 കോടി കളക്ഷൻ പിന്നിട്ടപ്പോഴാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 90 കോടി കളക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രം ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 38 കോടിയും ഓവർസീസിൽ നിന്ന് 31 കോടിയും നേടി സിനിമ നിലവിൽ 69 കോടി കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് ഒരു 72 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട് പിന്നീട് വന്നിരുന്നു. എന്തായാലും 90 കോടിക്ക് ഇനിയൊരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. GCCയിൽ സിനിപോളിസ് വോക്സ് പോലുള്ള തിയേറ്ററുകൾ ഇപ്പോഴും നിലവിൽ കളിക്കുന്നുണ്ട്. GCCയിൽ ഈ വരുന്ന ആഴ്ച വലിയ പെരുന്നാളിന്റെ അവധി കണ്ടിന്യൂസ് 8 ദിവസം 9 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സിനിമയ്ക്ക് വേറെ മേജർ റിലീസുകളും സിനിമ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വീണ്ടും ആൾ കയറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നിലവിലൊരു 100 കോടിയിലേക്കുള്ള യാത്രയിലാണ് ടർബോ. മികച്ച കളക്ഷൻ റിപ്പോർട്ടിനൊപ്പം തന്നെ ശക്തമായ ഡിഗ്രേഡിങ്ങും സിനിമയ്ക്ക് ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. എത്ര ഡിഗ്രേഡിങ് നടത്തിയാലും എത്ര PR വർക്കുകൾ നടത്തിയാലും ഒരു നല്ല സിനിമ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. മോശം സിനിമ പരാജയപ്പെടുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് 100 കോടി കളക്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.